ചാപ്റ്റർ 2 വ്യാധികൾ പടരാതിരിക്കാൻ. പകർച്ചപ്പനിയാണ്. വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിട്ടുണ്ടോ? എനിക്കും ഇവൻ്റെ ചേച്ചിക്കുമുണ്ടായിരുന്നു. സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഈ കുട്ടിക്ക് പനി വന്നത് എങ്ങനെയായിരിക്കാം? മറ്റുള്ളവർക്ക് ഈ രോഗം പകരാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങളുടെ പേരുകൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. അവയെല്ലാം പകരുന്നവയാണോ? പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ. പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയുണ്ട്? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കുൻ ഗുനിയ, മീസിൽസ്, എലിപ്പനിയൊക്കെ പകരുന്ന രോഗങ്ങളാണ്. പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രമേഹം, ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ, തിമിരം, ആസ്മ, അപസ്മാരമൊക്കെ പകരാത്ത രോഗങ്ങളാണ്. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. അടുത്ത മഹാമാരികൾ. മഹാമാരികൾ എന്താണ്? പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അഥവാ പാൻഡമിക് എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, കോവിഡ്-19 തുടങ്ങിയവ. മഹാമാരികൾക്ക് ഉദാഹരണം എന്താ? വസൂരി, ക്ഷയം, പ്ലേഗ്, കോവിഡ്-19 മുതലായവ. രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കാം? അവയെ നമുക്ക് പരിചയപ്പെടാം. അവയെ നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല. രോഗകാരികൾ, പതോജൻസ്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണം. ഇവയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. രോഗങ്ങൾക്ക് കാരണമാകുന്ന ഇവയെ രോഗകാരി എന്നും വിളിക്കുന്നു. ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പ് ദൃശ്യവും വൈറസിൻ്റെ മൈക്രോസ്കോപ്പ് ദൃശ്യവുമാണ് കൊടുത്തിരിക്കുന്നത്. സൂക്ഷ്മജീവികൾക്കൊപ്പം. എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൻ്റെ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്താനെന്നാണ് പറയുന്നത്. ഫംഗസുകളുടെ ലോകം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളുടെ പേരെന്തൊക്കെയാണ്? ക്രിപ്റ്റോകോക്കസ്, കാൻഡിഡ, ഹിസ്റ്റോപ്ലാസ്മ എന്നിവ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം എന്ന് പറയുന്നത്. അടുത്ത രോഗങ്ങൾ പകരുന്ന വഴി. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തൂവാല കൊണ്ട് മറയ്ക്കുന്നത് എന്തിന്? ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുന്നത് എന്തിന്? രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്? സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ അത് ഏതൊക്കെ വഴിയാണ്? മണ്ണിലൂടെ വരാം, ജലവും ഭക്ഷണവും വഴി വരാം, വായുവിലൂടെ വരാം. അടുത്ത രോഗാണുവാഹകരിൽ നിന്ന്. മനുഷ്യർ വഴി, പക്ഷികൾ വഴി, പ്രാണികൾ വഴി, മൃഗങ്ങൾ വഴിയൊക്കെ രോഗങ്ങൾ വരാം. രോഗാണുവാഹകർ. രോഗകാരികളായ സൂക്ഷ്മ ജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരായി പെടാം. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത് അഥവാ വെക്ടേഴ്സ്. ഈച്ച, എലിച്ചെള്ള്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടാം. ഈച്ച എന്തൊക്കെ പരത്തും? ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി ഒക്കെ ഈച്ച വരുത്തുന്നതാണ്. ചെള്ള് വരുത്തുന്ന എന്തൊക്കെയാണ്?
ലെപ്റ്റോസ്പൈറോസിസ്, പ്ലേഗ് ഒക്കെ ചെള്ള് പരത്തുന്നതാണ്. കൊതുക് പരത്തുന്ന ഡെങ്കിപ്പനി, മന്ത്, ചിക്കുൻഗുനിയ, മലേറിയ ഒക്കെ കൊതുക് പരത്തും. വവ്വാല് പരത്തുന്നതാണ് നിപ്പ. വവ്വാല് വേറെ പക്ഷികളൊക്കെ പക്ഷിപ്പനി വരുത്തും. ഓർണിത്തോസിസ് ഒക്കെ വരുത്തും. പരിസരം മലിനമാകുമ്പോൾ രോഗാണുവാഹകർ, ഈച്ച പരത്തുന്ന രോഗങ്ങൾ പറഞ്ഞായിരുന്നു, നമ്മളിത് പറഞ്ഞതാ. പെരുകുന്ന സാഹചര്യങ്ങൾ, രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന്. ഈച്ച, മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുമ്പം, പിന്നെ കൊതുക് ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിൽ കൊതുക് മുട്ടയിട്ട് വളരുന്നു. രോഗാണുവാഹകരെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും ചർച്ച ചെയ്യാമെന്നാണ് പറയുന്നത്. കൊതുകിനെ നിയന്ത്രിക്കാം. കൊതുകിനെ നിയന്ത്രിച്ചാൽ കുറേയേറെ രോഗങ്ങൾ തടയാമല്ലോ. കൊതുക് വളരുന്ന സാഹചര്യം നമ്മുടെ വീട്ടുപരിസരങ്ങളിൽ മാത്രം ഇല്ലാതാക്കിയാൽ മതിയോ? വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ, ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ്. രോഗം പകരാതിരിക്കാൻ പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ മതിയോ? ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ നോക്കാം. രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ അത് വരാതിരിക്കാനുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അടുത്ത രോഗങ്ങൾ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിലോ, രോഗികളുമായി സമ്പർക്കം ഒഴിവാക്കുക. രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക. മാസ്ക് ഉപയോഗിക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം? ചെരുപ്പ് ഉപയോഗിക്കുക. ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും. മനുഷ്യരെ മാത്രമാണോ പകർച്ചവ്യാധികൾ ബാധിക്കുന്നത്? പകർച്ചവ്യാധികൾ ബാധിച്ച സസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി രോഗം, പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിലെ കൂമ്പ് ചീയൽ. സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കുന്ന മറ്റു രോഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനെന്നാണ് പറയുന്നത്. തെങ്ങിൽ കൂമ്പ് ചീയൽ, പയറിൽ മൊസൈക്ക് രോഗം, നെല്ലിൽ ഇലപ്പുള്ളി, വാഴയിൽ കുറുനാമ്പ് രോഗം ഒക്കെയുണ്ട്, എക്സാമ്പിളാണ്. അടുത്ത ശുചിത്വ ശീലങ്ങൾ. ആരോഗ്യകരമായ ജീവിതത്തിന് പരിസര ശുചിത്വം പോലെ പ്രധാനമല്ലേ വ്യക്തി ശുചിത്വവും? അടുത്ത രോഗപ്രതിരോധ ശേഷി. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി അഥവാ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കുവാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിനെ പറയുന്ന സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്നാണ്. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയാകണമെന്നില്ല. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ അഥവാ വാക്സിനേഷൻസ് എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി അഥവാ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. മനുഷ്യന്റെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ അഥവാ അക്വയർഡ് ഇമ്മ്യൂണിറ്റി വഴിയാണ്. വാക്സിനേഷൻ വഴിയാണ് നമ്മൾ ഈ രോഗങ്ങളെയൊക്കെ അതിജീവിച്ചത്. വാക്സിൻ എടുക്കാനുള്ളവർ കൗണ്ടർ 2 വരണം. ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത്? പതിനാറ് വയസ്സിനുള്ളിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ്? BCG വാക്സിനേഷൻ ചാർട്ട് നോക്കാം. BCG ബാസിലസ്, കാൽമെറ്റ്, ഗ്വറിൻ. OPV എന്ന് വെച്ചാൽ ഓറൽ പോളിയോ വാക്സിൻ. HEPB ഹെപ്പറ്റൈറ്റിസ് ബി.
അടുത്ത FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. RVV റോട്ടോ വൈറസ് വാക്സിൻ ജനനസമയത്ത് എടുക്കുന്നതാണ്. OPV BCG ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. OPV BCG ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുന്നത് ജനനസമയത്താണ്. ജനിച്ച 6 ആഴ്ചയിൽ എടുക്കേണ്ടതാണ്. OPV 1, RVV 1, പെൻറ്റാവാലൻ്റ 1, FIPV 1, PCV 1. OPV 1, RVV 1, പെൻറ്റാവാലൻ്റ് 1, FIPV 1, PCV 1 എല്ലാം ജനിച്ച 6 ആഴ്ച കഴിയുമ്പോൾ എടുക്കേണ്ട വാക്സിനാണ്. അടുത്ത 10 ആഴ്ചയാകുമ്പോൾ OPV 2ഉം RVV 2, പെൻറ്റാവാലൻ്റ 2. OPV 2ൻ്റെ ഡോസും RVV 2ഉം പെൻറ്റാവാലൻ്റ 2ഉം ജനിച്ച് 10 ആഴ്ചയാകുമ്പോൾ എടുക്കണം. അടുത്ത 14 ആഴ്ചയാകുമ്പോൾ OPV 3, RVV 3, പെൻറ്റാവാലൻ്റ 3, FIPV 2, PCV 2, FIPV 2, പെൻറ്റാവാലൻ്റ 3, RVV 3, OPV 3 ഒക്കെ ജനിച്ച് 14 ആഴ്ചയിൽ എടുക്കേണ്ടതാണ്. അടുത്ത അത് ഉൾപ്പെടുത്തിയ ഒരു ചാർട്ട് പൂർത്തീകരിക്കാനെന്നാണ് പറയുന്നത്. വാക്സിൻ്റെ പേരെന്ത്? പോളിയോ വാക്സിൻ. പോളിയോ വാക്സിൻ എടുക്കേണ്ട പ്രായം എന്താണ്? ജനനസമയത്ത് പോളിയോ വാക്സിൻ എടുക്കണം. അതിന് പോളിയോ രോഗം തടയുന്നതിന് വേണ്ടിയാണ്. അടുത്ത BCG എപ്പോഴാണ്? ജനന സമയത്താണ് BCG എടുക്കേണ്ടത്. അത് ക്ഷയം തടയാൻ വേണ്ടി. അടുത്ത ഹെപ്പറ്റൈറ്റിസ് ബിയും ജനന സമയത്താണ്. അത് ഹെപ്പറ്റൈറ്റിസ് ബി തടയാൻ വേണ്ടി. അടുത്ത OPV 1 എടുക്കേണ്ടത് 6 ആഴ്ച കഴിയുമ്പോഴും എടുക്കണം. OPV 1 ആണ് എടുക്കേണ്ടത്. അത് പോളിയോ തടയാൻ വേണ്ടി. അടുത്ത RVV 1ഉം 6 ആഴ്ച കഴിയുമ്പം. FIPV 1, PCV 1 ഒക്കെ 6 ആഴ്ച കഴിയുമ്പോഴാണ്. PCV 1 ന്യൂമോകോക്കൽ രോഗങ്ങൾ, ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ് ഒക്കെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് PCV 1 എടുക്കുന്നത്. അടുത്ത 10 ആഴ്ചയിൽ എടുക്കേണ്ട 10ാമത്തെ ആഴ്ചയിൽ എടുക്കേണ്ടതാണ് OPV 2, RVV 2, പെൻറ്റാവാലൻ്റ 2. OPV 2 എന്തിനാണ്? പോളിയോ വരാതിരിക്കാൻ വേണ്ടി. RVV 2 റോട്ടാ വൈറസ് വരാതിരിക്കാൻ വേണ്ടി. പെൻറ്റാവാലൻ്റ് ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹൈവ് എന്നിവയൊക്കെ വരാതിരിക്കാനുള്ള വാക്സിനാണ്. അടുത്ത 14ാമത്തെ ആഴ്ചയിൽ OPV 3, RVV 3, പെൻറ്റാവാലൻ്റ 3, FIPV 2, PCV 2, PCV, MR, DPT, TD ഇതൊക്കെ എടുക്കേണ്ടത് എപ്പോഴാണ്? 9ാം മാസത്തിൽ MR1, PCV ബൂസ്റ്റർ, വിറ്റാമിൻ എ, FIPV 3 ഇത്രയും 9ാം മാസത്തിൽ എടുക്കണം. MR1, PCV ബൂസ്റ്റർ, വിറ്റാമിൻ എ, FIPV 3. അടുത്ത 16 തൊട്ട് 24ാമത്തെ മാസം വരെ മാസത്തിനുള്ളിൽ എടുക്കേണ്ടതാണ്. MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വിറ്റാമിൻ A2. വിറ്റാമിൻ എ സെക്കൻഡ് വാക്സിൻ എടുക്കേണ്ടത്. അടുത്തത് 5 മുതൽ 6ാമത്തെ വയസ്സ് 5 to 6 വയസ്സിനുള്ളിൽ എടുക്കേണ്ടതാണ് DPT ബൂസ്റ്റർ 2 എടുക്കണം. 10ാം വയസ്സിൽ TD1, ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ 1 എടുക്കണം. ഡോസ് 1 എടുക്കണം. അടുത്ത TD2 16ാമത്തെ വയസ്സിൽ എടുക്കേണ്ടതാണ്. ടെറ്റനസ് ഡിഫ്തീരിയക്കുള്ള വാക്സിനാണ് TD2 എന്ന് പറയുന്നത്. TD1ഉം TD2ഉം. ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം. ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത്. ഇത്രയായിരുന്നു ചാപ്റ്റർ. താങ്ക് യു.